ആറ്റുകാൽ പൊങ്കാല അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പിക്ക് ഒരു കർട്ടൻ റൈസറായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പം ഉയർന്നു കേട്ട നിരവധി ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾക്ക് ഒരു മറുപടി, ഒപ്പം ഒരു ജനപ്രതിനിധി, ഒരു മേയർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് മേയർ രാജേഷ് കാണിച്ചു തന്ന ഒരു അവസരം കൂടിയായി അത് മാറി. ഒരു മേയർ തൻ്റെ കൈകൊണ്ട് കുട്ടിച്ചോറാക്കിയ ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തെ മറ്റൊരു മേയറെ കൊണ്ട് എങ്ങനെ സ്വർണം പോലെ തിളക്കമുള്ളതാക്കാം എന്ന ഒരു തിരിച്ചറിവ്. ഇതുവരെ മുൻനിരയിലേക്ക് എത്താതിരുന്ന ബി.ജെ.പി മുൻനിരയിൽ വന്നാൽ എങ്ങനെ ആയിരിക്കും എന്ന ബോധ്യം ജനത്തിന് ഇതോടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പൊങ്കാലയുടെ മുന്നൊരുക്കങ്ങൾ. ഒരുക്കങ്ങൾ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത മേയർ പൊങ്കാലയുടെ കലാശക്കൊട്ടും ഗംഭീരമാക്കി. നഗര ശുചീകരണം എങ്ങനെയൊക്കെയാണ് ഓരോ പണികൾക്ക് ശേഷം എന്നത് ഇതുവരെ തിരുവനന്തപുരം അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം നഗരം അതും കണ്ടു. ഉറക്കമൊഴിച്ച് പ്രതിനിധികൾ കൂടെ നിന്ന് ഭരണ സംവിധാനത്തിന് മാതൃകയായി. ഇതിനു മുൻപും ശുചീകരണം നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓരോ പൊങ്കാലയ്ക്ക് ശേഷവും 3 മണിക്കൂറിനുള്ളിൽ നഗര ശുചീകരണം നടന്നിട്ടുണ്ട്. അത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും പെർഫെക്റ്റായി നടക്കുന്നത് നേരിട്ട് ജനങ്ങൾക്ക് കാണാൻ ഒരു അവസരം, സമൂഹ മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്താൻ ഒരു അവസരം, അത് ഇതിനു മുമ്പ് ഉണ്ടായില്ല. ഇതൊരു PR വർക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നല്ല കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ അത് ആര് ചെയ്താലും അത് ജനം അറിയണം. അപ്പോഴേ അവർ ഒപ്പം നിൽക്കൂ, ഒപ്പം നിന്നിട്ട് കാര്യമുള്ളൂ എന്നവർ മനസ്സിലാക്കുകയുള്ളൂ. അത് ബി.ജെ.പിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മികവാർന്ന ആസൂത്രണം ഒരുക്കിയതും ആ ഒരുക്കിയ ആസൂത്രണങ്ങൾ എങ്ങനെയൊക്കെ ഫലപ്രദമായി നടത്തി എന്നത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തത്. ഒരു കോർപ്പറേഷൻ ഭദ്രമാക്കിയ അവർക്ക് ഒരു സംസ്ഥാനവും ഭദ്രമാക്കാൻ സാധിക്കും എന്ന ചിന്ത ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ബി.ജെ.പി. വളരെ കൃത്യമായ രീതിയിലാണ് എല്ലാം നടത്തിയത്. ഇതിനിടയിൽ ചില കള്ളത്തരങ്ങൾ കൂടി കണ്ടെത്താൻ മേയർ തന്നെ മുന്നിട്ട് ഇറങ്ങിയതും ഒരു പുതിയ അനുഭവമായി. കള്ളത്തരത്തിന് കൂട്ടുനിന്ന കുട്ടി മേയർക്ക് മുന്നിൽ വി രാജേഷ് വേറിട്ട ഒരു അനുഭവമാണ് സമ്മാനിച്ചത്. ഡോക്ടർമാർ തിരിഞ്ഞു നിന്നപ്പോഴും ഓരോ പ്രതിസന്ധികൾ വന്നപ്പോഴും പോന്നോട്ടെ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരത്തുകാർക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ്. ആ അനുഭവം കേരളത്തിലുടനീളം ജനങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ അവർ ഇതിലൂടെ മനസ്സിലാക്കണം, ആലോചിക്കണം. ഒരു ഹൈന്ദവ കൂട്ടായ്മ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുനാവായയിലും ആറ്റുകാലിലും ഒക്കെ കണ്ട ഹൈന്ദവ കൂട്ടായ്മ. ഒരു സമൂഹത്തിന് നൽകിയ ഊർജം ചെറുതല്ല. ഹിന്ദുവാണ് എന്ന് പറയാൻ ഇപ്പോൾ പലർക്കും ധൈര്യം കിട്ടിയിരിക്കുന്നു. 40 ലക്ഷത്തിലധികം പേർ ഒത്തുചേരാറുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പെങ്ങും കാണാത്ത ഭക്തജന പങ്കാളിത്തം ഇത്തവണ അനുഭവപ്പെട്ടതും ഈ ഉണർവിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം നഗരം ആകെ ദിവസങ്ങൾക്ക് മുൻപേ ഭക്തജന സമുദ്രമായി. ഈ മാറ്റത്തെ അംഗീകരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഹൈന്ദവ കൂട്ടായ്മകളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാനാണ് സാധിക്കുക എന്നാണ് പലരും നോക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങൾക്കും ക്ഷേത്ര പരിസരത്തെ വാർഡുകളിലും കുടിവെള്ളം നൽകുന്നതിന് ജലവകുപ്പ് കാണിച്ച കടുത്ത അനാസ്ഥ ഈ നീക്കത്തിന്റെ ഭാഗമായി വേണം കാണാൻ. എന്നാൽ അടിയന്തര പരിഹാരം കാണണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചില്ല. വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തി. ക്ഷേത്രങ്ങളിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവിനെ പോലീസിനെ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തി. മുൻപ് ഭക്തർ യഥേഷ്ടം ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്ന റോഡുകളൊക്കെ കൊട്ടിയടച്ച് ഭക്തരെ തടവിലിട്ട് പ്രതീതി സൃഷ്ടിച്ചു. മനഃപൂർവ്വം അസ്വസ്ഥത സൃഷ്ടിക്കുക, വിദൂരദേശത്ത് നിന്ന് വരുന്നവരുടെ എണ്ണം കുറയ്ക്കുക, ഇതൊക്കെയായിരുന്നു നീക്കം. എന്നാൽ പ്രതികൂല സാഹചര്യത്തെ നേരിടും എന്ന ദൃഢനിശ്ചയത്തോടെ ആറ്റുകാലിൽ കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങുകയും ഒരുപാട് ഭക്തലക്ഷങ്ങൾ ഇക്കുറി എത്താൻ അത് കാരണമാവുകയും ചെയ്തു. ഇതാണ് ബി.ജെ.പിയുടെ കോർപ്പറേഷൻ ഭരണമെങ്കിൽ കേരളം കൊടുത്താൽ അവർ അടങ്ങിയിരിക്കുമോ? തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം നരേന്ദ്രമോദിയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം തന്നെയാണ് പ്രവർത്തകരുടെ ഊർജ്ജം. ഭരണപരാജയത്തിന്റെയും വികസന മുരടിപ്പിന്റെയും പ്രതീകമായി മാറിയ കേരളത്തിൽ ജനങ്ങളെ കേൾക്കാൻ ഇനി ബി.ജെ.പി ഉണ്ടാകും എന്നത് ചെറിയ കാര്യമല്ല. അത് ഓരോ ചെറിയ കാര്യങ്ങളിൽ ബി.ജെ.പി കാണിച്ചു കൊടുക്കുകയാണ്. ഇനിയെങ്കിലും ജനങ്ങൾക്ക് അത് മനസ്സിലാവുകയാണ് എങ്കിൽ വികസനത്തിന്റെ ഒരു പുതിയ പാത തന്നെ കേരളത്തിൽ വെട്ടി തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.